So, gonna start our discussion. Teaching is best described as a process of imparting knowledge, a two-way communication process, an interactive process facilitating learning, a one-way delivery. A process of Option B. imparting knowledge. Option A. Option A. Option B. Option B. Okay. Any other options? Option A. Option C. Okay. നമുക്ക് നോക്കാം. Teaching is best described as. ടീച്ചിങ്ങിനെ എങ്ങനെ നമുക്ക് ബെസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇമ്പാർട്ടിംഗ് നോളജ്. Then it's a two-way communication process, an interactive process facilitating learning. Option D, an ആണ്. Okay, and one-way delivery. അപ്പോൾ ഓപ്ഷൻ എ പറഞ്ഞു, ഓപ്ഷൻ ബി പറഞ്ഞു, ഓപ്ഷൻ സി പറഞ്ഞു. ഫസ്റ്റ് ഒന്ന് നോക്കിയേ, എ പ്രോസസ് ഓഫ് ഇമ്പാർട്ടിംഗ് നോളജ്. ടീച്ചിങ് എന്ന് പറയുന്നത് ഇമ്പാർട്ടിംഗ് നോളജ്, പ്രോസസ് ഓഫ് ഇമ്പാർട്ടിംഗ് നോളജ് എന്നാണ് നമ്മൾ നോക്കിയത്. വെറും ഇമ്പാർട്ടിംഗ് നോളജ് ആണോ? ജസ്റ്റ് തിങ്ക് ചെയ്യാം. നമുക്ക് ഓപ്ഷനിലോട്ട് വരാം. ഓപ്ഷൻ ബി, എ ടു വേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഓഫ് കോഴ്സ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ടു വേ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ അത് ടു വേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആയിരിക്കണമെന്നും ഇല്ല. സി നോക്കിയ, ആൻ ഇന്ററാക്റ്റീവ് പ്രോസസ് ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ്. അത് ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ്. ഇറ്റ് ഓൾവേസ് ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ്. നെക്സ്റ്റ് വൺ, ആൻ ഓൺ വേ ഡെലിവറി. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഓൺ വേ ഡെലിവറി അല്ല. അത് ഇന്ററാക്റ്റീവ് ആണ്, ഡൈനാമിക് ആണ്, ടു വേ പ്രോസസ് ആണ്. എങ്ങനെയാ? വേർ ബോത്ത് ടീച്ചർ ആൻഡ് ലേണർ പാർട്ടിസിപ്പേറ്റ്. അപ്പൊ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാ? ഇനി പറഞ്ഞേ. സി, ഓപ്ഷൻ സി. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ എയും ബിയും ഒക്കെ ശരിയാണെന്ന് തോന്നും. ക്വസ്റ്റ്യൻ ഒന്നിന് പകരം 2 തവണ ക്വസ്റ്റ്യൻ വായിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് സി, ഓപ്ഷൻ സി. ടീച്ചിങ് ഈസ് ആൻ ഇന്ററാക്റ്റീവ് പ്രോസസ് വേർ ദ ടീച്ചർ ആൻഡ് ലേണർ ആക്റ്റീവ്ലി എൻഗേജ് ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ്. Moving on to the next question. The most important characteristic of good teaching is strict discipline, completion of a syllabus, communication clarity, teacher-centered approach. Option D. C. Option? C. Option D. Okay. Some said option C, some said option D. Any other options? Option B. Sorry, option C. Option C. Okay, let's see. First one again, important characteristic of good teaching. നല്ലൊരു ടീച്ചിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്നാണ്. ഫസ്റ്റ് വൺ, സ്ട്രിക്ട് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ മാത്രം ഉള്ളത് കൊണ്ട് അതൊരു ഗുഡ് ടീച്ചിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വി കാൺട്ട് സേ ഫോളോയിങ് എ സ്ട്രിക്ട് ഡിസിപ്ലിൻ ഇൻ അവർ ടീച്ചിങ് method or something like that. We can't say that it is a good teaching method. Next, completion of syllabus. Syllabus complete ചെയ്തത് കൊണ്ട് അത് ഗുഡ് ടീച്ചിങ് എന്ന് പറയാൻ പറ്റില്ല. മൂന്നാമത്തത് നോക്കിയ കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവണം. കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി ഉണ്ടാവണം. അടുത്ത, ടീച്ചർ സെന്റേർഡ് അപ്രോച്ച്. ഒരിക്കലും ഗുഡ് ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചർ സെന്റേർഡ് മാത്രമല്ല, ഇറ്റ് ഷുഡ് ബി ലേണർ സെന്റേർഡ് ഓൾസോ. ഇനി പറഞ്ഞ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ C. Option C. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഒരു ടീച്ചർ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യും? നല്ല രീതിയിൽ മനസ്സിലാക്കും. സോ ക്ലാരിറ്റി ഇംപ്രൂവ്സ് ലേണിംഗ് മോർ ദാൻ സ്ട്രിക്ട്നെസ് ഓർ സിലബസ് കംപ്ലീഷൻ. That is the thing. Clear communication helps students understand concepts
effectively. So the correct answer is option C. Next question. Teaching becomes effective when students remain silent, there is active participation of learners, teacher uses tough language, Option only B. lecture method is used. B. Option B. There is a active part. B. Okay, there is active participation of learners. Any other options? സ്റ്റുഡൻസ് സൈലന്റ് ആയിട്ട് ഇരുന്നാൽ അവിടെ ടീച്ചിങ് ഇഫക്റ്റീവ് ആയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. ടീച്ച് ചെയ്യാത്തപ്പോഴും സ്റ്റുഡൻസ് എന്താവാൻ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ലേണേഴ്സ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ ടീച്ചിങ് ഇഫക്റ്റീവ് ആയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ദെൻ ടീച്ചർ യൂസസ് ടഫ് ലാംഗ്വേജ് യൂസ് ചെയ്താൽ അവിടെ ടീച്ചിങ് ഇഫക്റ്റീവ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടീച്ചർ ടഫ് ലാംഗ്വേജ് യൂസ് ചെയ്താൽ ലേണേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. സോ സി എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. ഓക്കെ, ദെൻ ഓൺലി ലെക്ചർ മെത്തേഡ് ഇസ് യൂസ്. ലെക്ചർ മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴേക്കും അവിടെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, ഇന്ററാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ലേണേഴ്സിന് ഒബ്വിയസ്ലി ഒന്നും മനസ്സിലാവില്ല, അവിടെ ടീച്ചിങ് ഇഫക്റ്റീവ് ആയിട്ട് നടക്കില്ല. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ബി. Okay, moving on to the next question. The main objective of teaching is? To improve students' learning. Option B. Okay, to Option improve B. students' learning. Option B. Of course, first one, to cover the textbook. It is not the objective of teaching. To improve students' learning. Of course, it's an objective of teaching. Then to complete syllabus on time. അതൊരിക്കലും മെയിൻ ഒബ്ജക്റ്റീവിൽ വരുന്നില്ല. To maintain discipline. Of course, എന്താ ടീച്ചിങ്ങിൽ ഡിസിപ്ലിൻ ആവശ്യമാണ്, പക്ഷേ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ബി. The core purpose of teaching is to facilitate learning. Next one. Teaching is a linear process, one-way process, bidirectional process, mechanical activity. Bidirectional process. Bidirectional process. Bidirectional process. Of course, teaching എന്ന് പറയുന്നത് bidirectional process തന്നെയാണ്. So the correct answer is option C. Next one. Diagnostic evaluation helps the teacher to grade students, identify learning difficulties. Learning B. difficulties. Option B. B. Option B. Any other options? ഇല്ല, വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കാരണം ഓപ്ഷൻ ബി ആണ് അല്ലേ. സോ ഐഡന്റിഫൈ ലേണിംഗ് ഡിഫിക്കൽറ്റീസ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ നടത്തുന്നത് ലേണേഴ്സിന്റെ നമ്മൾ ഒരു കോണ്ടന്റ് പഠിപ്പിക്കുമ്പോഴേക്കും ലേണേഴ്സിന് എന്ത് ഡിഫിക്കൽറ്റി ആണ് ഉള്ളത് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലൂടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഏത് ഫീൽഡിലാണ് കുട്ടി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെന്ത് മുന്നോട്ട് കൊണ്ടുവരേണ്ട സ്ട്രാറ്റജീസ് നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യും. അതാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ഐഡന്റിഫൈ ലേണിംഗ് ഡിഫിക്കൽറ്റീസ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ബി. Next one. Which of the following is a learner related factor affecting teaching? Option B. Option B. Of course, infrastructure ഒരിക്കലും ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യില്ല. ബട്ട് ടീച്ചിങ് എയ്ഡ്സും എന്ത് ചെയ്യില്ല, അഫക്റ്റ് ചെയ്യില്ല. സ്കൂൾ പോളിസീസും അഫക്റ്റ് ചെയ്യില്ല. ബട്ട് പ്രയർ നോളജ് ഓഫ് ദ ലേണർ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും. കാരണം എന്താ, നമ്മൾ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് കുട്ടിക്ക് പ്രയർ നോളജ് ഇല്ല എങ്കിൽ നമ്മൾ എന്ത് തന്നെ പഠിപ്പിച്ചാലും കുട്ടിക്ക് ഒന്നും തന്നെ മനസ്സിലാവത്തില്ല. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. The major element of the teaching process is? Student. Student. Yes, students are the center of all teaching activities. So the correct answer is option D. Next, micro teaching focuses on? Improving instructional skills. Skills. Option A.
മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ട്രെയിനിങ് ടെക്നിക് വെയർ ടീച്ചേഴ്സ് പ്രാക്ടീസ് സ്പെസിഫിക് സ്കിൽസ് ലൈക്ക് ക്വസ്റ്റനിങ്, എക്സ്പ്ലനേഷൻ, എക്സെട്ര. സോ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഏതിലാണ്? ഇംപ്രൂവിങ് ഇൻസ്ട്രക്ഷണൽ സ്കിൽ. Skills. Next one, the highest level of teaching is? Reflective level. Okay, reflective level. Why? Because Self-learning. Self-learning. yeah, self-learning, and at this level students analyze, evaluate and apply concepts in new situations. So that is the other name for reflective level is higher order thinking level. Okay, so memory level അല്ല, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. മെമ്മറി എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, റിഫ്ലക്റ്റീവ് എന്ന് പറയുന്നത് പഠിച്ച കോൺസെപ്റ്റിനെ എന്ത് ചെയ്യുക, പുതിയ സിറ്റുവേഷനിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് റിഫ്ലക്റ്റീവ് ലെവലിൽ വരുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് സി. Teaching at reflective level is meant for rote learners, slow learners, gifted learners, preschool learners. Gifted learners. Of course, gifted learners. Why? Advanced learners മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? They can think deeply, question assumptions and handle abstract thinking. So the correct answer for this question is gifted learners. Next one, effective teaching includes monotonous lecture, proper feedback, ignoring learners, rigid approach. Proper feedback. പ്രോപ്പർ ഫീഡ്ബാക്ക് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കാരണം എന്താ, നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുത്താൽ എന്ത് ചെയ്യും, കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് അവര് ശരിയായിട്ട് ചെയ്തത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേർ ഡിഡ് ദേ ഗോ റോങ്, എവിടെയാണ് ഇനി ശരിയാക്കേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ ഇഫക്റ്റീവ് അല്ലെങ്കിൽ പ്രോപ്പർ ഫീഡ്ബാക്കിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. സോ when we are giving proper feedback to the students, they can improve themselves. So effective teaching includes proper feedback. Next one, the method of teaching that promotes critical thinking is? Discussion. Why? It encourages students to express their viewpoints, right? And they will analyze ideas and questions each and everything logically. So discussion is the method of teaching that promotes critical thinking. Next, the main purpose of formative evaluation is? What is the use of conducting improving learning? Improving learning. As we learned that formative evaluation is? It's a continuous evaluation. Yeah, it's a continuous thing during instruction, during teaching learning process. When we are teaching a concept, we used to conduct a formative evaluation. It will enhance the teaching as well as learning effectively. So the main purpose of formative evaluation is to improve learning. The core of the teaching process is? Motivation, of course. Blackboard work, questioning, motivation, homework. Motivation, it drives attention, interest and willingness to learn. So without motivation, teaching fails. So the core of the teaching process is motivation. The most powerful factor in teaching learning process is? Technology. Is it? Teacher's personality. Of course, correct. Option A ആണ് correct. Teacher's personality. കാരണം എന്താ, സ്റ്റുഡൻസിന്റെ ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റും പിന്നെ ആ ഒരു സബ്ജക്റ്റിനോടുള്ള കുട്ടികളുടെ റെസ്പെക്റ്റും ഒക്കെ എന്താ ടീച്ചറിന്റെ പേഴ്സണാലിറ്റിയിലും ബിഹേവിയറിനെയും ആശ്രയിച്ചായിരിക്കും ഉള്ളത്. സോ ദ മോസ്റ്റ് പവർഫുൾ ഫാക്ടർ ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഇസ് എ ടീച്ചേഴ്സ് പേഴ്സണാലിറ്റി. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. Next, teaching is successful only when it is teacher centered, student centered.
So teaching must focus on how students learn, not on what the teacher wants to deliver. So the correct answer is teacher-centered. Sorry, student-centered. Summative evaluation is conducted during the course, only at the end of a course, before admission, before Only starting. at the end of the course. B. Yes. Can you give some example for summative evaluation? Essay 1, Essay 2. Yeah, final exam, annual exam, Semester exam. Okay. And what is the purpose of conducting summative evaluation? Grading. Reading. For the purpose of grading and promotion. And the effectiveness of communication in teaching depends on the effectiveness Students' attention. Students' attention. Yes. Even the best teaching fails if the learners are distracted or inattentive. So the effectiveness of communication in teaching depends on students' attention. Next, the primary role of a teacher is to Act as a facilitator. Act as a facilitator. Of course. So modern teaching views ഒക്കെ എന്താ പറയുന്ന ടീച്ചർ എന്ന് പറയുന്ന ഒരു ഗൈഡാണ്. The person who helps students construct knowledge rather than deliver information. So the primary role of a teacher is to act as a facilitator. The reflective level teaching was developed by Morrison. Any other options? Just think reflective level of teaching. Reflective level teaching. Higher order teaching. Hunt. So Hunt proposed reflective teaching, that is higher order thinking, problem solving and reasoning. So the correct answer is Hunt. Then the cognitive domain in teaching deals with Skill, knowledge. Okay. Bloom's taxonomy. Okay, according to knowledge. Bloom's taxonomy, cognitive domain in teaching deals with knowledge. Remembering, understanding, applying, analyzing, evaluation. Knowledge. Next. Team teaching is useful because. Why is team teaching useful? It uses multiple teachers' expertise. It uses multiple teachers' expertise. Yes. കാരണം എന്താ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. നോളജബിൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, വർക്ക് ലോഡും സ്ട്രെങ്തും എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുകയും ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ടീം ടീച്ചിങ് ഇസ് യൂസ്ഫുൾ ബിക്കോസ് ഇറ്റ് യൂസസ് മൾട്ടിപ്പിൾ ടീച്ചേഴ്സ് എക്സ്പെർട്ടൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇമ്മീഡിയറ്റ് ഔട്ട്കം ഓഫ് ടീച്ചിങ് ഈസ് ഇമ്മീഡിയറ്റ് ഔട്ട്കം. ലേണിംഗ്. യെസ്, ലേണിംഗ് ആണ്. സോഷ്യൽ ചേഞ്ച് ഒന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു സമ്പ്രദായമല്ല. സോ സോഷ്യൽ ചേഞ്ച് അല്ല, ലേണിംഗ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആണ്. കരിക്കുലം മോഡിഫിക്കേഷൻ ഒക്കെ അതും ഇമ്മീഡിയറ്റ് ഔട്ട്കം അല്ല. റിസർച്ച് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഔട്ട്കം അല്ല. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ലേണിംഗ്. നെക്സ്റ്റ്, എ ഗുഡ് ടീച്ചർ ഈസ് വൺ ഹു. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ്. ഒരിക്കലും ഒരുപാട് ഹോംവർക്ക് കൊടുക്കുന്ന ടീച്ചർ നല്ല ടീച്ചർ ആവാൻ സാധ്യതയില്ല, കുട്ടികൾ വെറുക്കത്തേ ഉള്ളൂ. Then encourage the students to ask questions. കുട്ടികളിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുകയും കുട്ടികളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. ക്വസ്റ്റ്യൻ ചെയ്യാൻ മീൻസ് ഇൻ എ ഗുഡ് സെൻസ്. ഓക്കെ, അവരുടെ കോൺസെപ്റ്റിനെ അനുസരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഗുഡ് ടീച്ചർ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഇസ് എൻകറേജിങ്. ഓപ്ഷൻ ബി, എൻകറേജസ് സ്റ്റുഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഒരു കുറച്ച് ഭാഗമാണ് ഇപ്പം നമ്മൾ നോക്കിയത്. Now let's move on to the next. Which teaching method focuses on teacher talking and student listening? Lecture method.
lecture method. And in discussion method, what happens? Two-way communication ആണ്. And in Both. project method also, it helps two-way. It is bi-directional. Two-way communication, it is bi-directional. Then cooperative learning ആയാലും എന്താ അവിടെ ഒരു ടീം വർക്ക് വരുന്നു. ടീച്ചർ മാത്രമല്ല സംസാരിക്കുന്നത്, സ്റ്റുഡൻസ് എന്ത് ചെയ്യും? സംസാരിക്കും. അവർ കൊളാബറേറ്റീവ് ആയിട്ട് ലേൺ ചെയ്യും. Then, so the correct answer is lecture method. Heuristic method encourages students to memorize answers. Discover facts themselves. Option B. Option B, discover facts themselves. Of course, heuristic. What is heuristic method? Inquiry. പറഞ്ഞോളൂ, തെറ്റിയാലും കുഴപ്പമില്ല. Brainstorming പോലെ കുട്ടികളെ ബ്രെയിൻ സ്റ്റോമിംഗ് പോലെ. എനിക്ക് അത്രേ കേട്ടുള്ളൂ. കുട്ടികളെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഡിസ്കവറി ബേസ്ഡ് ടീച്ചിങ് മെത്തേഡ് ആണ്. അവിടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? സെൽഫ് എക്സ്പ്ലറേഷനിലൂടെയും സെൽഫ് എഫോർട്ടിലൂടെയും എക്സ്പെരിമെന്റേഷനിലൂടെയും പ്രോബ്ലം സോൾവിങ്ങിലൂടെയും എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഡയറക്ട്ലി ടോൾഡ് ദ ആൻസേഴ്സ് ബൈ ദ ടീച്ചർ. വെറുതെ ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യുന്നതിനേക്കാളും കുട്ടികൾ സ്വയമായിട്ട് എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. അതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. So the correct answer is option B. Next one, the project method was developed by Kilpatrick. Option A. Option A. Any other answer? So Bloom's ഏതാണ്? Bloom's method ഏതായിരുന്നു? Bloom's taxonomy. Bloom's taxonomy. Skinner's Operant conditioning. operant conditioning. Herbert's നമ്മുടെ observation steps. Herbartian approach പഠിച്ചോ? 5 formal steps of teaching പഠിച്ചോ? ലെവലിന്റെയും അത് പഠിപ്പിച്ചില്ല? ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഹെർബാർട്ടിയൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. ഞാൻ ജസ്റ്റ് ബാക്കിയുള്ള ഓപ്ഷൻസ് പറയുന്നതാ കേട്ടോ. ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ, ബാക്കി പറയുന്നതാ കേട്ടോ. ഹെർബാർട്ടിൻ്റെത് ഹെർബാർട്ടിയൻ അപ്രോച്ച് ആണ്. അവിടെ 5 ഫോർമൽ സ്റ്റെപ്സ് ഓഫ് ടീച്ചിങ് ഉണ്ട്. പ്രിപ്പറേഷൻ, പ്രസന്റേഷൻ, കമ്പാരിസൺ, ജനറലൈസേഷൻ, ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. സ്കിന്നറിൻ്റെത് ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. ബ്ലൂംസിൻ്റെത് ടാക്സോണമി ആണ്. അപ്പോൾ പ്രോജക്ട് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ കിൽപാട്രിക്. ഓക്കെ, so moving on to the next question. The discussion method is most useful for developing critical thinking. Developing critical thinking. ഡിസ്കഷൻ മെത്തേഡിൽ ഒരിക്കലും പാസീവ് ലേണേഴ്സ് ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ദെൻ ഡിസ്കഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ലാർജ് ക്ലാസ് റൂം വരുമ്പോഴേക്കും അവിടെ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് ഡിസ്കഷൻ മെത്തേഡ് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇറ്റ് ഓൾവേസ് ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഈസ് ബെസ്റ്റ് ഫോർ ഡെവലപ്പിംഗ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്? Problem solving method. Problem solving method. Next one, team teaching involves Multiple teachers sharing responsibility. Of course, നമ്മൾ നേരത്തെ നോക്കിയ പോലെ അല്ലെ, ടീം ടീച്ചിങ് എന്ന് പറയുമ്പോൾ നേരത്തെ കണ്ടോ PYQs എങ്ങനെ PYQs നോക്കിയ ഇവിടെ ഓപ്ഷൻ എന്തായിട്ട് മാറി? ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ നമ്മൾ PYQs നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മൾ ഓപ്ഷൻസും കൂടെ പഠിക്കേണ്ട കാര്യം ആവശ്യമാണ്. Next, role play is most suitable for teaching emotions and attitudes. Emotions and attitudes. Of course. Option A ആണ്. മാത്തമാറ്റിക്കൽ ഫോർമുലാസ് പഠിക്കാനായിട്ട് നമ്മൾ റോൾ പ്ലേ ഒക്കെ ചെയ്താൽ
അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കെമിസ്ട്രി ഇക്വേഷൻസിനും റോൾ പ്ലേ പറ്റത്തില്ല, മാപ്പ് ഡ്രോയിങ്ങിനും റോൾ പ്ലേയുടെ ആവശ്യമില്ല. സോ it is best suitable for teaching emotions and attitudes. The laboratory method is most appropriate for Science subject. science subjects. കാരണം എന്താ, എക്സ്പെരിമെന്റേഷൻ ഒക്കെ ലാബ്സിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാനും അത് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് ആ കോൺസെപ്റ്റ് പഠിക്കാനും പറ്റും. Which method is based on learning by doing? Project method. Project method. ലെക്ചർ മെത്തേഡിൽ ലേണിംഗ് ബൈ ഡൂയിങ് വരുന്നില്ല, ടീച്ചർ മാത്രമേ ലെക്ചർ ചെയ്യുന്നുള്ളൂ. ദെൻ ഡെമോൺസ്ട്രേഷൻ, അതിലും എന്ത് ചെയ്യുന്നില്ല, ലേണിംഗ് ബൈ ഡൂയിങ് വരുന്നില്ല. ഒരു എന്താ മോഡൽ കാണിച്ചു കൊടുക്കുകയാണ്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. പ്രോജക്ട് മെത്തേഡിൽ ഇറ്റ് ഈസ് ലേണിംഗ് ബൈ ഡൂയിങ്, ഡിക്റ്റേഷനിലും വരുന്നില്ല. സോ ദ കറക്റ്റ് ആൻസർ ഇസ് പ്രോജക്ട്. നെക്സ്റ്റ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ഇസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ Showing experiments or procedures. ഷോയിങ് എക്സ്പെരിമെന്റ്സ് ഓർ പ്രൊസീജിയേഴ്സ് ആണോ? ആണ്. വിച്ച് മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഗ്രൂപ്പ്സ്? Workshop. Lecture. സെമിനാറായി, ലെക്ചറായി, വർക്ക്ഷോപ്പായി. ഇനി ആരെങ്കിലും ഒരാൾ ബ്രെയിൻ സ്റ്റോമിംഗ് കൂടെ പറയുമ്പോൾ എല്ലാ ഓപ്ഷനും ആവും. സെമിനാർ. എന്തുകൊണ്ടാ സെമിനാർ പറഞ്ഞേ? ലാർജ് ഗ്രൂപ്പിന് സ്യൂട്ടബിൾ ആണ്. ലെക്ചർ എന്തുകൊണ്ട് സ്യൂട്ടബിൾ അല്ല? വൺ വേ കമ്മ്യൂണിക്കേഷൻ. സെമിനാറിൽ which method is more ഡെലിബറേറ്റ്സ് ഒന്നി കൂടുതലായിരിക്കും. ഓക്കെ, സെമിനാറിൽ എന്താ നടക്കുന്നത്? പ്രസന്റേഷനും ഡിസ്കഷനും ഒക്കെയാണ് നടക്കുന്നത് അല്ലേ? അത് ഏത് ഗ്രൂപ്പ്? ലെക്ചർ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സെമിനാർ മെത്തേഡിൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഗ്രൂപ്പ്, ഇറ്റ് റിക്വയർസ് പ്രസന്റേഷൻ ആൻഡ് ഡിസ്കഷൻ. ആൻഡ് വർക്ക്ഷോപ്പിൽ എന്താ സംഭവിക്കുന്നത്? ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റിയും ചെറിയ ഗ്രൂപ്പ്, ഒരു 10 to 20 ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ വർക്ക്ഷോപ്പ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ബ്രെയിൻ സ്റ്റോമിങ്ങിലാണെങ്കിലോ ഒരു മോഡറേറ്റ് ഗ്രൂപ്പിലൊക്കെ ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ലെക്ചർ മെത്തേഡ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇറ്റ് അലോസ് വൺ ടീച്ചർ ടു അഡ്രസ് ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ്. പിന്നെ എന്താ, ടൈം എഫിഷ്യന്റ് ആണ്, മിനിമൽ ഇന്ററാക്ഷനേ ഉണ്ടാവത്തുള്ളൂ, വലിയ ഗ്രൂപ്പിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കോസ്റ്റ് എഫക്റ്റീവും ഈസി ടു ഓർഗനൈസും ആണ്. സോ ലാർജ് ഗ്രൂപ്പിന് എപ്പോഴും ലെക്ചർ മെത്തേഡാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രെയിൻ സ്റ്റോമിംഗ് ഹെൽപ്സ് ലേണേഴ്സ് ടു ജനറേറ്റ് ക്രിയേറ്റീവ് ഐഡിയാസ്. generate creative ideas. Next, simulation teaching is used to practice real life situations safely. So simulation teaching is used to practice real life situations safely. Next question, case study method is effective for deep understanding of real cases. ഒരു കാര്യത്തെ കുറിച്ച്, റിയൽ കേസസിനെ കുറിച്ച് എന്താ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. Programmed instruction is based on the principle of reinforcement. ഇൻസൈറ്റ് ലേണിംഗ് ഉണ്ട്, റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, പണിഷ്മെന്റ് ഉണ്ട്, ഡ്രിൽ ഉണ്ട്. റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഡൗട്ട്. എന്താ ഇൻസൈറ്റ് ലേണിംഗ്? കോഗ്നിറ്റീവ് ലേണിംഗ് ആണ്. കോഗ്നിറ്റീവ് ലേണിംഗ് ആണ്. റീഇൻഫോഴ്സ്മെന്റിൽ എന്താ സംഭവിക്കുന്നത്? റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുക, ഒരു ബോണ്ടിനെ വീക്കനോ ഇൻക്രീസോ ഡിക്രീസ് ചെയ്യാം പറ്റും. ഓക്കെ, അതാണ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനിൽ എന്താ വരുന്നത്?
Reinforcement is Programmed answer. Reinforcement ആണ് ഓപ്ഷൻ ബി. Reinforcement is answer. reinforcement ആണ് correct answer. Next, which method divides Programmed content into learning. ലേണിംഗ്. programmed learning? Next, flipped classroom method involves Learning content at home and B. practicing in class. learning content at home and practicing in class. Flipped classroom എന്ന് പറയുമ്പോൾ എന്താ? What is done at home will be done at class, and what is being done at class will be done at home. അതായത് ഫ്ലിപ്പിംഗ് ട്രഡീഷണൽ മെത്തേഡിന്റെ ജസ്റ്റ് ഫ്ലിപ്ഡ് വേർഷൻ ആണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം. Which method promotes collaborative learning? Demonstration. Collaborative. Cooperative ആണ്. Cooperative. ഡെമോൺസ്ട്രേഷനിൽ കൊളാബറേഷൻ ഉണ്ടാവാറുണ്ടോ? ക്വസ്റ്റ്യൻ നേരെ വായിക്കുക. Cooperative learning. കോഓപ്പറേറ്റീവ് ലേണിംഗ് ആണ്. കൊളാബറേഷൻ മീൻസ് എന്താ പറയാ, ഗ്രൂപ്പ് ലേണിംഗ്. അപ്പൊ അവിടെ കോപ്പറേഷൻ ഉണ്ടാവണം. സോ ഇറ്റ് ഇസ് കോപ്പറേറ്റീവ് ലേണിംഗ്. നെക്സ്റ്റ് വൺ, ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് ഫോക്കസസ് ഓൺ Asking questions and exploring. ഓഫ് കോഴ്സ് കറക്റ്റ് ആണ്. ഇൻക്വയറി എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് ലേണിംഗ്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയും അതിനെ ബേസ് ചെയ്ത് ആൻസർ ചെയ്യുകയും ചെയ്യുന്നത്. അത് കുട്ടികൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ടീച്ചേഴ്സ് അതിനുള്ള ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിലൂടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ദേ ആർ എക്സ്പ്ലോറിംഗ് ന്യൂ ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്സ്. Which method best suits effective domain learning? Role play. Role play. Role play. Any other options? What is effective domain? Emotions. Feelings. എത്ര ഡൊമൈൻസ് ഉണ്ട്? 3. Cognitive, affective, psychomotor. Cognitive, affective and psychomotor. It is put forth by Bloom's. Okay. So which method best suits if affective domain learning? Role play. Then seminar method is best used when one student present, others discuss. Seminar method is best used when one student present. Option A. Students memorize notes ആണോ? അല്ല. എന്തേലും തോന്നുന്നെങ്കിൽ പറഞ്ഞോ, ജസ്റ്റിഫൈ ചെയ്താൽ മതി. ആ ഓപ്ഷൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ മതി. ഓപ്ഷൻ എ, വൺ സ്റ്റുഡന്റ് പ്രസൻസ്, അതേഴ്സ് ഡിസ്കസ്. സെമിനാർ മെത്തേഡ് നമ്മൾ നേരത്തെ നോക്കി. ഒരാൾ എന്ത് ചെയ്യുന്നു? പ്രസന്റ് ചെയ്യുന്നു ഒരു ടോപ്പിക്. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്യും, ക്വസ്റ്റ്യൻ ചെയ്യും, അനലൈസ് ചെയ്യും. ടീച്ചർ ആരായിരിക്കും സെമിനാർ മെത്തേഡിലും? ടീച്ചർ ആക്സസ് ടീച്ചർ അയ്യോ അല്ല, ടീച്ചർ ഒരിക്കലും പാർട്ടിസിപ്പന്റ് അല്ല. ടീച്ചർ ആക്സസ് എ മോഡറേറ്റർ. ടീച്ചർ ആക്സസ് എ മോഡറേറ്റർ. സെമിനാറിൽ ടീച്ചർ ആക്സസ് എ മോഡറേറ്റർ. ഓക്കെ. എന്തുകൊണ്ട് ബാക്കിയുള്ളത് റോങ് എന്ന് പറയാൻ കാരണം ടീച്ചർ ലെക്ചേഴ്സ് എൻ്റർ ടൈം, അത് ലെക്ചർ മെത്തേഡാണ്. ദെൻ സ്റ്റുഡൻസ് മെമ്മറൈസ് നോട്ട്സ്, അത് റോഡ് ലേണിംഗിലാണ് വരുന്നത്. അതിൽ സെമിനാറുമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് ഇല്ല ആ റോഡ് ലേണിങ്ങിന്. ദെൻ ക്ലാസ് റൂം ഇസ് നോയ്സി. സെമിനാർ എന്താ? നോയ്സി ക്ലാസ് റൂമിൽ നമുക്ക് സെമിനാർ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സെമിനാറിന് ഒരു കാം ഇന്ററാക്റ്റീവ് എൻവയോൺമെന്റ് വേണം. സോ ദ കറക്റ്റ് ആൻസർ ഇസ് one student presents, others discuss. Next, workshop method is suitable for
skill based learning. based learning. Skill based learning. Next, the Socratic method emphasizes Socratic. Questioning to stimulate thinking. Questioning to stimulate thinking. Any other options? എന്തുകൊണ്ട് it is not memorizing facts? Question answer മെത്തേഡിനാണ് സോക്രട്ടിക് മെത്തേഡ് എന്ന് പറയുന്നത്. യെസ്, അതാണ് സോക്രട്ടിക് മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ്? ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, ഡയലക്റ്റിക് മെത്തേഡ്. സോ Socratic method emphasize questioning to stimulate thinking. Next, the demonstration followed by student practices refers to demonstration. Experiential learning. The demonstration, question ഒന്നുകൂടെ വായിച്ചേ. The demonstration followed by student practice refers to student practice ശേഷം ഉള്ള ഡെമോൺസ്ട്രേഷൻ. ഡ്രില്ലാണ് ആൻഡ് പ്രാക്ടീസ്. പറഞ്ഞോ. ഫസ്റ്റ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ക്വസ്റ്റ്യൻ നേരെ വായിച്ചേ. ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത്? ഡ്രിൽ ഓപ്ഷൻ സി. ഡ്രിൽ ഓപ്ഷൻ സി. ഞാൻ ഓപ്ഷൻ അല്ല ചോദിച്ചത്, ക്വസ്റ്റ്യൻ വായിച്ചേ. ക്വസ്റ്റ്യനില് ഫസ്റ്റ് ഡെമോൺസ്ട്രേഷനാ ഫസ്റ്റ് നടക്കുന്നത്. അതിന് ഫോളോ ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്? സ്റ്റുഡന്റ് പ്രാക്ടീസ് ആണ് നടക്കുന്നത്. അപ്പോ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യുന്നു? ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു ആ സ്കില്ലിനെ അല്ലെങ്കിൽ പ്രോസസ്സിനെ. ടീച്ചർ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? കുട്ടികൾ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഡ്രിൽ ഓപ്ഷൻ പ്രാക്ടീസ് അല്ലേ? ഡ്രിൽ. അതാ അവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞത്. സോ നമുക്ക് നോക്കാം. ലെക്ചർ മെത്തേഡ് നമുക്കറിയാം. ലെക്ചർ മെത്തേഡിൽ ഡെമോൺസ്ട്രേഷൻ സ്റ്റുഡന്റ് പ്രാക്ടീസും ഇല്ല, അതങ്ങ് വിട്ടേക്കാം. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എടുത്തേ. എക്സ്പീരിയൻഷ്യൽ ലേണിംഗിൽ എന്താ സംഭവിക്കുന്നത്? എക്സ്പെരിമെന്റിലൂടെ ഫസ്റ്റ് ആരെങ്കിലും ഒരാൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും അല്ലേ? എന്നിട്ട് അതിനെ കുട്ടി എന്ത് ചെയ്യും? എക്സ്പീരിയൻസ് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് അതിലൂടെ എന്ത് ചെയ്യുന്നു? നോളജ് ഗെയിൻ ചെയ്യുന്നു അല്ലേ? എക്സ്പീരിയൻസിലൂടെ, ഡൂയിങ്ങിലൂടെ, ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസിലൂടെ എന്ത് ചെയ്യുന്നു? നോളജ് ഗെയിൻ ചെയ്യുന്നു. ഡ്രില്ല് ഒരിക്കലും വരത്തില്ല. നിങ്ങളിൽ ആരും ഡ്രില്ല് പറയാത്തതെന്നാണ് ആദ്യം പറഞ്ഞില്ല, പക്ഷെ ഞാൻ വീണ്ടും ഇരുത്തി ചോദിച്ചപ്പോൾ നിങ്ങൾ ഡ്രില്ല് പറഞ്ഞതാണ്. ഡ്രില്ല് വരത്തില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഡ്രില്ലെന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, പ്രാക്ടീസിങ് ഇല്ല അവിടെ. ഡ്രില്ലെന്ന് പറയുമ്പോൾ ഒരാൾ കാണിക്കുന്നു, അതിനെന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവിടെ നോ ഡെമോൺസ്ട്രേഷൻ, നോ അണ്ടർസ്റ്റാൻഡിങ്, നത്തിങ്. ഓക്കെ, അവിടെ ഒരു സ്കിൽ റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഒരു റോട്ട് റീഇൻഫോഴ്സ്മെന്റ് ആണ് ഡ്രില്ലിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, ഓഡിയോ മെത്തേഡിന് സൗണ്ട് റെക്കോർഡിംഗ് ആണ്. അവിടെ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റിയോ പ്രാക്ടീസോ ഒന്നും ഇല്ല. സോ ദ കറക്റ്റ് ആൻസർ ഇസ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഡ്രില്ലില് പ്രാക്ടീസ് ഉണ്ട്. ഡ്രില്ലിൽ എങ്ങനെ പ്രാക്ടീസ് വരും? കറക്റ്റ് ആയിട്ട് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരുന്നത് അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നതല്ലേ ഡ്രില്ല്? പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഡ്രില്ലിലോ അത് എക്സ്പീരിയൻഷ്യൽ ആണോ? അല്ല. അത് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടാണോ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നത്? ഒരാൾ കാണിക്കുന്നതിനൊപ്പം നമ്മൾ ചെയ്യല്ലേ? ആൻസർ കറക്റ്റ് ആണ്, പക്ഷെ ഡ്രില്ലില് പ്രാക്ടീസ് ഉണ്ടെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പ്രാക്ടീസ് ഉണ്ട്, ഡെമോൺസ്ട്രേഷൻ ഇല്ല. ഡെമോൺസ്ട്രേഷൻ ഞാൻ പറഞ്ഞത് ഒരാള് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് അതിനെ ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും.
മറ്റേ ഡ്രില്ലിൽ എന്താ വരുന്നത്, ഒരാൾ സൈമൾട്ടേനിയസ്ലി അറ്റ് ദ സെയിം ടൈം അല്ലേ നടക്കുന്നത്. യെസ് മാം. ആ ഒരു സംഭവം ഞാൻ പറഞ്ഞു തന്നത്, മനസ്സിലായോ? മറ്റേ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിൽ എന്ത് ചെയ്യുന്നു, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മള് എന്താ കെമിസ്ട്രി ലാബിലൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതെന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ആ ടീച്ചർ, കെമിസ്ട്രി ടീച്ചർ കാണിച്ചു തരും, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു, എക്സ്പെരിമെന്റ് ചെയ്യുന്നു അല്ലേ? എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തുന്നു. പിപ്പറ്റ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ബ്യൂററ്റ് യൂസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോഴേക്കും പിന്നെ എന്താ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ കൂടെ ചേർക്കുമ്പോഴേക്കും കളർ മാറുന്നു, ഇന്ന ഒരു ടൈമിൽ എത്തുമ്പോൾ കളർ മാറുന്നു എന്ന് പറഞ്ഞ് ഒരു എക്സ്പെരിമെന്റ് നമ്മൾ നടത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളതായിട്ടുള്ള ഒരു നോളജിലാ ഇതിന്റെ വാല്യൂ ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്വയമായിട്ട് പഠിക്കുന്നു. പക്ഷെ ഡ്രിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, കാണിക്കുന്നു, അത് അതേപടി ചെയ്യുന്നു. പിന്നെ അത് നമ്മൾ എത്ര പേര് നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നു, എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ശരിയല്ലേ? യെസ് മാം. അതാ പറഞ്ഞു. ദ ഡെമോൺസ്ട്രേഷൻ ഫോളോഡ് ബൈ സ്റ്റുഡന്റ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഇവിടെ വരുമ്പോഴേക്കും എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. കാരണം അത് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. സോ വിച്ച് മെത്തേഡ് ഡെവലപ്സ് ഇൻഡിപെൻഡൻസ് ഇൻ ലേണേഴ്സ്? സെൽഫ് ലേണിംഗ്. സെൽഫ് ലേണിംഗ്. എത്ര പെട്ടെന്ന് 50 ക്വസ്റ്റ്യൻസ് തീർന്നേന്നറിയോ? നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു എന്നറിയോ? ഇത്രയും സമയം കൊണ്ട് 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടീച്ചിങ് എയ്ഡ്സ് ആർ യൂസ്ഡ് മെയിൻലി ടു എൻഹാൻസ് ലേണിംഗ്. ഓപ്ഷൻ സി. എൻഹാൻസ് ലേണിംഗ്. ഒരിക്കലും നമ്മുടെ എയ്ഡ്സ് കുട്ടികളെ കൺഫ്യൂസ് ചെയ്യാനുള്ളതല്ല, ടീച്ചറിന്റെ വർക്ക് കുറയ്ക്കാനുള്ളതല്ല. പകരം എന്താ, നമ്മൾ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ് കുട്ടികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവണം. അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്, ടീച്ചിങ് എയ്ഡിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ടീച്ചിങ് എയ്ഡ്സ് ആർ യൂസ്ഡ് മെയിൻലി ടു എൻഹാൻസ് ലേണിംഗ്. നെക്സ്റ്റ്, ദ പ്രൈമറി പർപ്പസ് ഓഫ് വിഷ്വൽ എയ്ഡ്സ് ഈസ് ടു സപ്പോർട്ട് വെർബൽ. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചിട്ട് പറഞ്ഞാൽ മതി, സമയമുണ്ട്. ഓപ്ഷൻ സി. റീപ്ലേസ് Replace the textbook. ഓപ്ഷൻ എ. Primary purpose of visual aid is to, option A, support verbal explanation, make noise, replace textbook, entertain only. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ്. യെസ്, വിഷ്വൽ എയ്ഡ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ വേർബൽ എക്സ്പ്ലനേഷനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുന്നത്. അതൊരിക്കലും നോയ്സ് ഉണ്ടാക്കാനോ ടെക്സ്റ്റ് ബുക്കിനെ റീപ്ലേസ് ചെയ്യാനോ ഒന്നും അല്ല, എന്റർടൈൻമെന്റ് പർപ്പസിന് മാത്രവും അല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സപ്പോർട്ട് വേർബൽ എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ചാർട്ട് ഈസ് an example of വിഷ്വൽ എയ്ഡ്. Visual aid. Option B. വിഷ്വൽ എയ്ഡ്. ഓക്കെ, വിഷ്വൽ എയ്ഡ്. ഓഡിയോ അല്ല, ചാർട്ടിൽ നിന്ന് ഒരിക്കലും എന്താ വോയിസ് വരത്തില്ല. ഇറ്റ്സ് നോട്ട് ഓഡിയോ എയ്ഡ്. ഓഡിയോ വിഷ്വലും അല്ല, മെക്കാനിക്കൽ എയ്ഡും അല്ല. ഇറ്റ്സ് വിഷ്വൽ എയ്ഡ്. നെക്സ്റ്റ്, സ്മാർട്ട് ബോർഡ്സ് ആർ കാറ്റഗറൈസ്ഡ് അണ്ടർ ICT based aids. ICT based aids. Next, a globe is used as a 3D model. 3D model. 3D model of Earth. Graphic aid alla, audio device alla, 3D model. Next, which among the following is an audio aid? Radio. Radio. Option A. Option A. The best example of an audio visual aid is Podcast. Podcast. Option A.
audio visual aid. Video. Option C. Video. വീഡിയോ. പോഡ്കാസ്റ്റിൽ എന്ത് മാത്രമേ ഉള്ളൂ? Audio മാത്രമേ ഉള്ളൂ. ഓഡിയോ മാത്രമേ ഉള്ളൂ. So the correct answer is video. Flashcards are useful for Quick recall. quick Option B. recall. Yes. Blackboard is considered as Visual aid. Option B. Option B. option B, visual aid. PowerPoint presentation, PPTs, belongs to Visual and audio visual. Audio visual aids. B. Option B. Visual and audio visual aid. visual and audio visual. Audio visual aids. Next, models help learners by Giving Models. live experience. models of. Live experience. Models help learners by giving live experience, giving 3D representation, reducing imagination, creating confusion. എന്തായാലും confusion അല്ല. Giving live experience. Giving 3D representation. Models എന്ന് പറയുമ്പോൾ 3D representation ഉണ്ട്. ആ അങ്ങനെ ചിന്തിക്കൂ. Giving 3D representation. Yes, the correct answer is giving 3D representation. Models. Question വായിക്കണം. Models. Live experience തരുന്നത് models അല്ല. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ഇത് നോക്കി, എന്താ ഗ്ലോബിന്റെ ഒരു എക്സാമ്പിൾ കണ്ടു അല്ലേ? 3D representation എന്ന് നമ്മൾ കണ്ടു. ദ മോഡൽ ഓഫ് ഗ്ലോബ് എന്ന് പറയുന്ന ഗ്ലോബ് ഇസ് എ 3D representation ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഒന്ന് നോക്കിയാൽ ഗിവിംഗ് ലൈവ് എക്സ്പീരിയൻസ്. ലൈവ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ റിയൽ ഓബ്ജക്ട്സോ ഫീൽഡ് ട്രിപ്സോ ആയിരിക്കണം ലൈവ് എക്സ്പീരിയൻസ് തരാനായിട്ട്. മോഡൽസ് റിയൽ ഓബ്ജക്ട്സ് ആണോ? അല്ല. അപ്പൊ ലൈവ് എക്സ്പീരിയൻസ് തരാൻ അവർക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ ഓപ്ഷൻ എ ശരിയാണോ? അല്ല മാം, ഓപ്ഷൻ ബി. ഓപ്ഷൻ എ പറഞ്ഞ എല്ലാവർക്കും 1 മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. ദെൻ ഓപ്ഷൻ ബി ഗിവിംഗ് 3D റെപ്രസെന്റേഷൻ ആണ്. സി നോക്കിയ റെഡ്യൂസിങ് ഇമാജിനേഷൻ. മോഡൽസ് എന്ന് പറയുന്നത് എന്താ വിഷ്വലൈസേഷന് കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഇമാജിനേഷൻ റെഡ്യൂസ് ചെയ്യുന്ന അങ്ങനെയൊന്നും ഇല്ല. ദെൻ ക്രിയേറ്റിംഗ് കൺഫ്യൂഷൻ ഇല്ല. കൺഫ്യൂഷൻ അല്ല ഉണ്ടാക്കുന്നത്, പകരം എന്ത് ചെയ്യുന്നു, മോഡൽസ് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 3D ആണ്. മോഡൽസ് എന്ന് പറയുന്നത് ഗിവിംഗ് 3D representation ആണ്. Then projected aids include projected aids. Slides in projector. Slides in Projector. projected aids require projection devices like OHP. ഈ OHP എന്താണ്? OHP ഷീറ്റ് എന്നൊക്കെ പറയും അല്ലേ? വാട്ട് ഈസ് OHP? Overhead projector. Overhead projector. Working models are helpful for Demonstrating real mechanisms. demonstrating real mechanisms. Next, maps are examples of Visual aid. Option B. visual aid. Visual aid. Next, ICT based aids include Mobile apps. mobile apps. Mobile app. ICT based alla, radio ICT based. So the correct answer is mobile apps. Mobile app. The most effective aid for teaching sound waves is Audio clip. Audio clips. Option B. audio clip. Using teaching aids increases Motivation. Motivation. Option B. motivation. Next, one limitation of teaching aid is Overuse correct learning. Option A. option A. option A. ഉറപ്പിക്കാം. വേറെ ആൻസേഴ്സ് ഉണ്ടോ? Any other answers?
പലരും ചിന്തിക്കുകയാണ് ഞങ്ങൾ കറക്റ്റായിട്ട് പറയും, ഈ മാം വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ തെറ്റിച്ച് പറയുന്നു അല്ലേ? അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് നിങ്ങളെ ഒന്ന് അത് കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. കൺഫ്യൂസ്ഡ് ആവരുത്. കറക്റ്റ് ആൻസർ എന്താ? ഓവർ യൂസ് ക്യാൻ ഡിസ്ട്രാക്ട് ലേണേഴ്സ് ആണ്. നമ്മൾ ടീച്ചിങ് എയ്ഡ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് കൊണ്ടുപോയി പഠിപ്പിക്കുന്നു, അതിനുശേഷം അതിനെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്താൽ കുട്ടികൾ ഈസി ആയിട്ട് എന്താവും? ഡിസ്ട്രാക്ട് ആവും. അതൊരിക്കലും ഫെയിൽ ആവത്തില്ല, ക്ലാരിറ്റി കുറയത്തില്ല. അത് റെഡ്യൂസ് ക്ലാരിറ്റി അല്ല, അതേ ക്ലാരിഫൈ തിങ്സ്. ടീച്ചിങ് എയ്ഡ്സ് ഓൾവേസ് ക്ലാരിഫൈ തിങ്സ്. ദേ ലോവർ സ്റ്റുഡൻറ് ഇൻട്രസ്റ്റ് അല്ല, സ്റ്റുഡൻസിന് ഇൻട്രസ്റ്റ് ആണ്. Then the main principle for using teaching aids is use appropriately and Option purposefully. B. option B, use appropriately and purposefully. Next, audio aids improve Listening skill. Listening skills. Option A. listening skills. Option A. LCD projectors are Visual projection aids. Option B. അങ്ങനെയാണെങ്കിൽ what is the full form of LCD? Liquefied Crystal display. Liquid Crystal display. crystal display. അല്ലേ? തന്നെ തന്നെ തന്നെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ LED എന്താണ്? Light emitting diodes. ലൈറ്റ് എമിറ്റിംഗ് ആണോ എമിഷൻ ആണോ? Doubt ഉണ്ട്. എനിക്ക് പെട്ടെന്നൊരു ഡൗട്ട് വന്നു. Emitting ആണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് തന്നെയാണ്. ഓക്കെ. LCD projectors visually project slides or videos. Then graphic aids include Option B. chart, Chart, posters, diagrams. Yes, charts, posters, diagrams. A real object used in teaching is called റിയലിയ. ഇത് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. ഓപ്ഷൻ എ. നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത കാര്യമായിരിക്കും അതെന്ന് അനുമാനിക്കാം അല്ലേ? യെസ് മാം. യെസ്, റിയാലിയ എന്ന് പറഞ്ഞാൽ റിയൽ ഒബ്ജക്റ്റ് തന്നെയാണ്. ഓക്കെ. സോ റിയാലിയ ഇൻവോൾവ്സ് ആക്ച്വൽ ഫിസിക്കൽ ഒബ്ജക്ട്സ് ഫോർ ലേണിംഗ്. റിയാലിയ എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ ആക്ച്വൽ ഒബ്ജക്ട്സ് ആണ് കേട്ടോ. ഈ ഫോർ എക്സാമ്പിൾ റിയാലിയയ്ക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? സയൻസ് ലെസണിൽ റിയൽ ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് ഫ്രൂട്ട്സിനെ കൊണ്ടുവരുന്നത്. പിന്നെ മാത്സ് ക്ലാസ്സിൽ കറൻസിയെ കുറിച്ച് പഠിപ്പിക്കാൻ റിയൽ കറൻസി ഒക്കെ കൊണ്ടുവരുന്നത്. ഇതെന്താ? റിയൽ ഒബ്ജക്ട്സ്, അതായത് റിയാലിയയ്ക്ക് എക്സാമ്പിൾ ആണ്. Then the best teaching aid for teaching planets is, പ്ലാനറ്റ്സിനെ കുറിച്ച് പഠിപ്പിക്കാനായിട്ടുള്ള നല്ലൊരു ടീച്ചിങ് എയ്ഡ് 3D സോളാർ മോഡൽ. ഗ്ലോബ് അല്ലെങ്കിൽ 3D സോളാർ മോഡൽ. നെക്സ്റ്റ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഹെൽപ്പ് ബൈ ഓഡിയോ വിഷ്വൽ എയ്ഡ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇൻക്രീസിംഗ് റിറ്റൻഷൻ. വാട്ട് ഈസ് റിറ്റൻഷൻ? പ്രിസർവേഷൻ ഓർ സ്റ്റോറേജ്. ഓക്കെ. റെഡ്യൂസിങ് അറ്റൻഷൻ ആണോ? അല്ല. ക്രിയേറ്റിംഗ് കൺഫ്യൂഷൻ അല്ല. റെഡ്യൂസിങ് ഇന്ററാക്ഷൻ അല്ല. ഓഡിയോ വിഷ്വൽ എയ്ഡ് ഹെൽപ്സ് ബൈ ഇൻക്രീസിംഗ് റിറ്റൻഷൻ. നമ്മൾ എത്ര ക്വസ്റ്റ്യൻ അപ്പൊ പഠിച്ചു ഇന്ന്? 75 questions പഠിച്ചു. So the main purpose of evaluation is to measure learning outcomes. Option B. Option B, to measure learning outcomes. Next, formative evaluation is conducted At the end of the course. Formative. Option B. Formative. During the teaching learning process. During the teaching learning process. Formative മറക്കരുത്. Formative എന്ന് പറയുമ്പോഴേക്കും during the teaching learning process.
സമ്മേറ്റീവ് എന്ന് പറയുമ്പോഴാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ At the end of കോഴ്സ്. course. Summative evaluation focuses on Final Final achievement of learners. of the learner. final achievement of learners. Diagnostic evaluation helps to Identifying Identify learning gaps. Option B. identify learning gaps. Which is not a type of evaluation? Instructional. Option C. Option C. Next, in Bloom's taxonomy, evaluation belongs to the Cognitive domain. Cognitive domain. Option A. cognitive domain. Continuous and comprehensive evaluation, CCE, focuses on All-round development. All-round development. Option B. all-round development. Assessment for learning refers to Summative test. Formative. assessment for learning. Summative test. Assessment. Final ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിക്കൂ. അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ്. ഫോർമാറ്റീവ് അസസ്മെന്റ്സ് ആണ് കറക്റ്റ് ആൻസർ. കാരണം അസസ്മെന്റ് ഫോർ ലേണിംഗ് മീൻസ് അസസ്മെന്റ് ദാറ്റ് ഇസ് ഡൺ ഡ്യൂറിംഗ് ദ ലേണിംഗ് പ്രോസസ്. അതിലെന്താ വരുന്ന സംശയം എന്താ? അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഓക്കെ, മറക്കല്ലേ, മാറിപ്പോകരുത്. നെക്സ്റ്റ് വൺ, അസസ്മെന്റ് ഓഫ് ലേണിംഗ് റെഫേഴ്സ് ടു, ഇതാണല്ലോ ഇപ്പൊ കഴിഞ്ഞു. ഓക്കെ, അസസ്മെന്റ് ആസ് ലേണിംഗ് എംഫസൈസസ് student self-assessment. Student self-assessment. A rubric is used for Assessment based on Assessment based on set criteria. set criteria ബേസ് ചെയ്തിട്ടുള്ള അസസ്മെന്റ് ആണ് റൂബ്രിക് എന്ന് പറയുന്നത്. Criterion referenced test measures competition level. Option C. Performance. Criteria reference. criterion referenced Option. test. B. Criterion. Option Performance against set standard. performance against set standards. കറക്റ്റ് ആണോ? Yes, ma'am. ഞാനൊരു കോമ്പറ്റീഷൻ ലെവലൊക്കെ പറയുന്നത് കേട്ടു. It compares student performance to predetermined criteria, not other students. മറ്റുള്ളവരുമായിട്ട് ഇത് ചെയ്യുമ്പോഴാണ്, അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അവിടെ കോമ്പറ്റീഷൻ ലെവൽ വരുന്നത്. Norm reference test is designed to norm referenced. NRT. Option B. Option B, exactly. Compare learners to each other. Compare learners to standards ആണെങ്കിൽ ഏതാ വരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, കമ്പയർ ലേണേഴ്സ് ടു സ്റ്റാൻഡേർഡ്സ്. അതേതാണ്? ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ് ആണ്. പ്രീസെറ്റ് സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. Then, which is an example of a non-standardized test? Non-standardized. Classroom test. Classroom test. A good test must be reliable and valid. Reliable. Option B. Reliable and valid. Next, validity of a test refers to Accuracy. Option A. validity of a test. രണ്ട് ഓപ്ഷൻ വന്നത് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് Consistency. അത് ആക്യുറസി ആണോ? എന്തായാലും സിയും ഡിയും അല്ലാന്ന് നിങ്ങൾ തന്നെ ഉറപ്പിച്ചു. Option B. Consistency. ഓപ്ഷൻ B. Option B. ഓപ്ഷൻ ബി ആണ്. What do you mean by consistency? കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? Flexible അല്ലാത്ത സ്റ്റേബിൾ റിസൾട്ട്. അതായത് കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള റിസൾട്ട് എപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്താലും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇത് വരണം. അതിനെന്താ പറയുന്നത്? നമ്മൾ വേറെ പേരാ പറയുന്നത്. സ്റ്റേബിൾ ആയിട്ടുള്ള റിസൾട്ട് എപ്പോൾ ടെസ്റ്റ് ചെയ്താലും സ്റ്റേബിൾ ആയിട്ടുള്ള റിസൾട്ട് വരണമെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? റിലയബിലിറ്റി.
അപ്പൊ ആക്യുറസി എന്ന് പറഞ്ഞെങ്കിൽ എന്താ? വാലിഡിറ്റി. ഓക്കെ, സോ മാറരുത്. കൺസിസ്റ്റൻസി റിലയബിലിറ്റി ആണ്, ആക്യുറസി വാലിഡിറ്റി. നെക്സ്റ്റ്, റിലയബിലിറ്റി റെഫേഴ്സ് ടു consistency of consistency of test. results. Okay, consistency of test results. Open book exams promote higher order thinking. Higher order thinking. higher order thinking. ചീറ്റിംഗ് എന്നൊന്നും എടുത്ത് അടിച്ചു വെക്കരുത്. ചീറ്റിംഗ് അല്ല, ഹയർ ഓർഡർ തിങ്കിങ് ആണ്. പോർട്ട്ഫോളിയോ അസസ്മെന്റ് ഇൻക്ലൂഡ്സ് Collection of students work over time. collection of student work over time. Objective type questions are useful because They promote memorization only. They are subject. They ensure reliability. they are Sorry, subjective. they are subjective. Option A. അല്ല, They are subjective. എനിക്ക് സബ്ജക്റ്റീവ് കിട്ടി, റിലയബിലിറ്റി കിട്ടി, മെമ്മറൈസേഷൻ Ensure. ഓൺലി കിട്ടി. ഇതിൽ ഏത് ഞാൻ എടുക്കണം? Option A. Reliability. They are subjective. Reliability അല്ല. ഓക്കെ, ഒരാൾ പറയുന്ന റിലയബിലിറ്റി, ബാക്കി കുറച്ച് പേര് സബ്ജക്റ്റീവിൽ നിൽക്കുന്നു. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആർ യൂസ്ഫുൾ ബിക്കോസ് ദേ ആർ സബ്ജക്റ്റീവ് ആണോ? The opposites അല്ലേ? യെസ്. സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് നിങ്ങൾ അങ്ങനെ നോക്കാത്തെന്തേ? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഫോളോയിങ് ഒക്കെ. അതിനെന്തേ ഉണ്ടാവത്തുള്ളൂ? ഒരു കറക്റ്റ് ആൻസറേ ഉണ്ടാവത്തുള്ളൂ അല്ലേ? പേഴ്സണൽ ബയാസ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ പേഴ്സണൽ ബയാസ് ഉണ്ടായാൽ അതെന്താവും? സബ്ജക്റ്റീവ് ആവില്ലേ? Yes, ma'am. അപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആർ യൂസ്ഫുൾ ബിക്കോസ് ഇനി പറഞ്ഞു. They promote memorization. They are subject. They are subjective. Sorry, they ensure reliability. they ensure reliability. എന്തുകൊണ്ട് അത് സബ്ജക്റ്റീവ് അല്ലാത്തത്? റോങ് ആണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും എന്താവില്ല, സബ്ജക്റ്റീവ് ആവത്തില്ല. എനിക്ക് തോന്നുന്നു വിനീതാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ദേ ആർ ഓപ്പോസിറ്റ്. സബ്ജക്റ്റീവിന്റെ ഓപ്പോസിറ്റ് ആണ് ഒബ്ജക്റ്റീവ്. ഓക്കെ, അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ സി നോക്കിയാൽ ദേ പ്രൊമോട്ട് മെമ്മറൈസേഷൻ ഓൺലി അല്ല. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത MCQ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ഉണ്ടാവും, അനാലിസിസ് ഉണ്ടാവും, ഇവാലുവേഷനും ഉണ്ടാവും. ഇപ്പം നിങ്ങൾ പറയുന്നതൊക്കെ നിങ്ങളുടെ മെമ്മറൈസേഷനിൽ നിന്നാണോ ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത്? അല്ല. ദെൻ ദേ റെഡ്യൂസ് ക്ലാരിറ്റി. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലിയർ ആയിരിക്കും. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താ? റിലയബിലിറ്റി ആണ്. ദേ എൻഷുർ റിലയബിലിറ്റി. ഓക്കെ, മറക്കരുത്. ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഈ ടേമിന്റെ ഓപ്പോസിറ്റ് ആണ് സബ്ജക്റ്റീവ്. അപ്പൊ നമുക്ക് അതാണ് ആൻസർ എന്ന് പറയാൻ പറ്റില്ല. നോക്കി, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആർ യൂസ്ഫുൾ ബിക്കോസ് ദേ ആർ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ തെറ്റാ. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നു ആ ക്വസ്റ്റ്യൻ എന്ത്? ഒബ്ജക്റ്റീവ് ആണ്. ദ ക്വസ്റ്റ്യൻ ഇസ് ഒബ്ജക്റ്റീവ്. ദ ക്വസ്റ്റ്യൻ ഇസ് ഒബ്ജക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ബിക്കോസ് ദേ ആർ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും സെൻസ് ഉണ്ടോ? ഫസ്റ്റ് ഓപ്ഷനിൽ ഇല്ല, സെൻസ് ഇല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ദേ എൻഷുർ റിലയബിലിറ്റി. നെക്സ്റ്റ്, വിച്ച് ടൂൾ ഈസ് ബെസ്റ്റ് ഫോർ അഫക്റ്റീവ് ഡൊമൈൻ അസസ്മെന്റ്? Observation. അഫക്റ്റീവ് ഡൊമൈൻ Observation. ഇതും അഗൈൻ ആരുടെ? ബ്ലൂംസ് ടാക്സോണമി അല്ല, ബ്ലൂംസ് ലെവലാണ് വരുന്നത്. ഏതൊക്കെ ഡൊമൈൻ? Cognitive, അഫക്റ്റീവ്, സൈക്കോമോട്ടർ. അതിൽ അഫക്റ്റീവ് ഡൊമൈനിലുള്ള അഫക്റ്റീവ് ഡൊമൈൻ അസസ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൂൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. Observation. ആണോ? അഫക്റ്റീവ് ഡൊമൈൻ സ്കെയിലൊക്കെ ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ഇൻട്രസ്റ്റ്, ഫീലിംഗ്, ബിഹേവിയർ, ഇമോഷണൽ റെസ്പോൺസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് എന്തിലും കൂടെ പറ്റത്തുള്ളൂ?
ഒബ്സർവേഷനിലൂടെ പറ്റത്തുള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. Then anecdotal records are used to Not unusual behaviors. not unusual behaviors, unusual absence, പിന്നെ ലേറ്റ് കമേഴ്സ്, ഇതൊക്കെയാണ് അനക്ഡോട്ടൽ റെക്കോർഡ്സിൽ എഴുതുന്നത് അല്ലേ? So anecdotal records are used to note unusual behaviors. Checklist is used for Rating quality. checklist. അല്ല, recording presence of behaviors. Recording presence of എനിക്ക് റെക്കോർഡിംഗ് പ്രസൻസ് ഓഫ് ബിഹേവിയർ കിട്ടി, പ്രഡിക്റ്റിംഗ് റിസൾട്ട്സ് കിട്ടി. ഇതിലേതെങ്കിലും ഒന്ന്. recording presence of behavior. ഓപ്ഷൻ ബി. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടിക്ക് മാർക്ക് കൊടുക്കുന്നത്. ടിക്ക് മാർക്ക്. അതായത് സ്പെസിഫിക് ബിഹേവിയറോ സ്കില്ലോ അല്ലെങ്കിൽ ആ ഒരു ആക്ഷനോ പ്രസന്റ് ആണോ അല്ലെങ്കിൽ ആബ്സെന്റ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യുന്നതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് എ സ്റ്റുഡന്റ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ഗ്രൂപ്പ് വർക്ക്, ടിക്ക് അല്ലെങ്കിൽ റോങ്. അറൈവ്സ് ഓൺ ടൈം, ഫോളോസ് ഇൻസ്ട്രക്ഷൻ, ടിക്ക് അല്ലെങ്കിൽ റോങ്. ഷോസ് എംപതി. അപ്പൊ ഇതിൽ ഏതാ വരുന്നത്? ചെക്ക് ലിസ്റ്റ് ഇസ് യൂസ്ഡ് ഫോർ Option B, recording presence. Option B, recording presence of behavior. Then blueprinting questions papers ensures balanced coverage of content and objectives. Yes, balanced coverage of content and objectives. Blueprinting question papers ensures balanced coverage of content and objectives. Feedback in evaluation is important because to improve teaching learning. It improves teaching learning. It improves teaching learning. So നമ്മൾ 100 questions ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. How do you feel after answering all those things? 100 question ആൻസർ ചെയ്തു. എങ്ങനെ ഫീൽ ചെയ്യുന്നു? ആണ് ഇതെല്ലാം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്നിട്ടും തെറ്റിച്ച് പറഞ്ഞല്ലോ. ഫസ്റ്റ് യൂണിറ്റിൽ നിന്നാണ് ചോദിച്ചത്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര ക്വസ്റ്റ്യൻ തെറ്റിച്ച് പറഞ്ഞു? എത്ര ക്വസ്റ്റ്യൻ കൺഫ്യൂസ്ഡ് ആയി? ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി PYQs പിന്നാലെ വരുന്നുണ്ട്. ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം.